100 കോടിയാണ് ഇവർ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ കണക്കിന് 60 കോടിയൊന്നുമല്ല, ഇതൊരു 1000-1500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കംപ്ലീറ്റ് ബിനാമി ട്രാൻസാക്ഷനാണ്. ഇവർക്ക് വേണ്ടപ്പെട്ട ജീവനക്കാരെയും ഇവരുടെ ബന്ധുക്കളിൽ തന്നെയാണ് ഇവർ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു MLA പോലും അതിനകത്തൊരു ശക്തമായ ഒരു വാദം ഉയർത്തി. അതോടുകൂടിയാണ് പോലീസുകാർ കേസെടുക്കാതെ വിട്ടത്. എങ്ങനെയാണ് കേരളത്തിൽ നടന്ന കേസ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത സംഭവം. ഗ്രൗണ്ട് തലത്തിൽ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ബഡ്സ് ആക്ട് എന്താണെന്ന് അറിയത്തില്ല. ഒരു സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തത് മൂലം ഒറ്റ രാത്രി കൊണ്ട് 2 ട്രക്ക് സാധനമാണ് അവിടെ നിന്ന് കടത്തിയത്. ഇത് ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ്, നിക്ഷേപകർക്ക് കിട്ടാനുള്ള തുകയാണ്. നമസ്കാരം. തിരുവനന്തപുരം ജില്ലയിലും തമിഴ്നാട്ടിലെ കന്യാകുമാരി ജില്ലയിലും നിരവധി പേരുടെ കോടിക്കണക്കിന് രൂപ നഷ്ടപ്പെട്ട നിർമ്മൽ കൃഷ്ണ ചിട്ടി തട്ടിപ്പ് കേസിൽ പ്രതികളെ സംരക്ഷിക്കാനുള്ള നടപടിയുമായി അധികാരികൾ രംഗത്തുണ്ട് എന്ന പരാതിയുമായി ഇപ്പോൾ ഇരകൾ തന്നെ രംഗത്ത് വന്നിരിക്കുകയാണ്. ഇതിനു മുൻപും ഇത്തരത്തിലുള്ള പരാതി ഉന്നയിച്ചുകൊണ്ട് ഇരകൾ രംഗത്ത് വന്നിരുന്നു. ഇപ്പോൾ ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ ചിട്ടി തട്ടിപ്പിന് ഇരയായ SM നായരും അതുകൂടാതെ കൃഷ്ണകുമാറും ഇപ്പോൾ മറുനാടനോട് പ്രതികരിക്കുകയാണ്. ഈ നിർമ്മൽ കൃഷ്ണ തട്ടിപ്പ് കേസ് മുൻപും അട്ടിമറിക്കുന്നു എന്നുള്ള ആരോപണം ഉയർന്നു വന്നിരുന്നു. അതെ, അതായത് ഇത് തുടക്കം മുതൽ തന്നെ സംശയിക്കുകയല്ല ചെയ്യുന്നത്. അട്ടിമറിച്ചതിൻ്റെ തെളിവുകൾ ഞങ്ങളുടെ കയ്യിലുണ്ട്. കാരണം കേരളത്തിൽ അന്ന് കേസെടുക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടായിരുന്നു. കേരളത്തിൽ സ്ഥാപനങ്ങളുണ്ടായിരുന്നു, സാമ്പത്തിക ഇടപാട് കേരളം നടന്നിട്ടുണ്ട്. പക്ഷേ ഇവർ ഈ കേസുകളെല്ലാം കൂടെ തമിഴ്നാട് അന്വേഷിക്കുന്നു പറഞ്ഞിട്ട് തമിഴ്നാട്ടിലോട്ട് തള്ളി വിടുകയാണ് ചെയ്തത്. പക്ഷേ തമിഴ്നാട് ഈ വകകൾ ഒന്നും അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ അവർ പറയട്ടെ, ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു തെളിവ് തരട്ടെ. തമിഴ്നാട്ടിൽ കേരളത്തിൽ നടന്ന സാമ്പത്തിക ഇടപാടുകളോ അല്ലെങ്കിൽ സ്ഥാപനങ്ങളെക്കുറിച്ച് എന്തെങ്കിലും അന്വേഷണം നടത്തിയതായിട്ടോ എന്തെങ്കിലും ഒരു തെളിവ് തന്നു കഴിഞ്ഞാൽ ഞാൻ അന്ന് ഈ പണിയെല്ലാം വച്ച് മതിയാക്കിയിട്ട് എനിക്ക് നഷ്ടപ്പെട്ട പൈസ പോലും ഞാൻ തിരിച്ചു വേണ്ടെന്ന് പറയും, കളഞ്ഞിട്ട് പോവാം. ഞാൻ ചാലഞ്ച് ചെയ്യുകയാണ്, ഇവർ ഏതെങ്കിലും ഒരു കേസ് രജിച്ചിട്ടുണ്ടെങ്കിൽ പറയട്ടെ. അന്വേഷിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നും അന്വേഷിച്ചിട്ടില്ല, വെറും കള്ളമാണ്. കേരളത്തിൽ എത്ര സ്ഥാപനങ്ങൾ? കേരളത്തിൽ എൻ്റെ കയ്യിലുള്ള ലിസ്റ്റ് തന്നെ ഏകദേശം ഒരു 10ഓളം സ്ഥാപനങ്ങളുണ്ട്. അതെ, എല്ലാ ജില്ലകളിലും പല സ്ഥലത്തുമുണ്ട്. ഇനി വിദേശത്ത് എത്ര കമ്പനികൾ ഏതൊക്കെ പേരിലാണ് ആരുടെയൊക്കെ പേരിലാണെന്ന് പോലും അന്വേഷിച്ചാലേ അറിയാൻ പറ്റുള്ളൂ. ലൈസൻസ് ചിലപ്പോൾ പിന്നെ തമിഴ്നാട് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരേ ഒരു സ്ഥാപനം, ഇതിൻ്റെ പ്രധാനപ്പെട്ട സ്ഥാപനം മാത്രമാണ്, ഈ നിധി എന്ന് പറയുന്ന സ്ഥാപനം മാത്രമാണ് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ സ്ഥാപനങ്ങളും കേരളത്തിലാണ്. സാമ്പത്തിക ഇടപാടുകൾ കംപ്ലീറ്റ് നടന്നിരുന്ന കേരളത്തിലാണ്. അതായത് ഈ 2017 മുതൽ ഈ തട്ടിപ്പിനിരയായ കേസ്. അതെ, താങ്കളുടെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ താങ്കളുടെ എത്ര പണം നഷ്ടമായി? എൻ്റെ 15 ലക്ഷത്തിനകത്തേ ഉള്ളൂ. എൻ്റേത് 11 ലക്ഷം. പിന്നെ ഈ കേരളത്തിലെ കേസ് മാത്രം എത്ര കേസുകളിൽ FIR എടുത്തിട്ടുണ്ട് അറിയാമോ? FIR എടുത്തിട്ടുള്ളത് മാരായമ്പട്ടം സ്റ്റേഷനിൽ 6 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കണ്ടോൺമെൻറ്റ് സ്റ്റേഷനിൽ 2 FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം പോയിട്ട് ബഡ്സ് ഗവൺമെൻറ് അതോറിറ്റി നേരിട്ട് ഈ സ്ഥാപനങ്ങളുടെ മൊത്തം പ്രോപ്പർട്ടികൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്, സ്ഥാപന ജംഗമ വസ്തുക്കൾ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ബഡ്സ് ആക്ടിൻ്റെ 7(3) പ്രകാരം ഓർഡർ തന്നെ ഇറക്കിയിട്ടുണ്ട്. ആ എത്ര പരാതികൾ ലഭിച്ചിട്ടുണ്ട്? എത്ര പരാതിക്കാരുണ്ടാകും? പരാതിക്കാർ കേരളത്തിൽ പരാതി സ്വീകരിക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ 10,000-ഓളം പരാതികൾ വരും. എത്ര? 10,000. അതായത് ഏകദേശം എത്ര കോടി? 600 കോടിയാണ് ഇവർ നിലവിൽ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ എൻ്റെ കണക്കിന് 60 കോടിയൊന്നുമല്ല, ഇതൊരു 1000-1500 കോടിയോളം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട്. കാരണം ഇവർ ആസ്തിയെല്ലാം മറച്ചു വെച്ചിട്ടാണ് കാണിച്ചിരിക്കുന്നത്. ഇത് കംപ്ലീറ്റ് ബിനാമി ട്രാൻസാക്ഷനാണ്. ഇതിൽ ഒരു 90% തന്നെ ബിനാമി ട്രാൻസാക്ഷനാണെന്ന് പറയാം. കാരണം ഇവർ മറ്റൊരാളുടെ പേരിന് വേണ്ടിയിട്ട് ഒരാളുടെ പേര് എഴുതി വയ്ക്കുകയാണ്. ഇത് പൈസ കൈമാറ്റം നടത്തിയതിൻ്റെ ഒരു രേഖകളും കാണില്ല. ഇപ്പോൾ തന്നെ ഞാൻ പറഞ്ഞില്ല, ഇപ്പോൾ ഒരു കമ്പനിയുടെ കാര്യം പറഞ്ഞില്ല, ഈ കമ്പനിയുടെ കാര്യത്തിൽ ഇവർ 10 ലക്ഷം രൂപ മറ്റാണ് പറഞ്ഞിരിക്കുന്നത് ഇതിനകത്ത് കൈമാറ്റം നടത്തിയായിട്ട്. ഈ ബാക്കി ഇതിൻ്റെ എമൗണ്ടുകളൊന്നും കൈമാറ്റം നടത്തിയായിട്ട് രേഖകളിലൊന്നുമില്ല. പക്ഷേ കൈമാറ്റം നടത്തിയിട്ടുണ്ട്. എന്തായാലും ഒരു കോടിക്കൊന്നും ഒരു കമ്പനി കൈമാറ്റം നടത്തില്ലല്ലോ. ആ കമ്പനി ഇപ്പോൾ അവർ മൂല്യം ഇട്ടേക്കുന്നത് 17 കോടിയാണ്. 17 കോടിക്ക് ആ കമ്പനി ഇപ്പം വിൽപ്പന നടത്തിയായിട്ട് രേഖ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ 17 കോടി വാല്യൂ ഇട്ട് ആ കമ്പനി വിൽപ്പന നടത്താൻ വേണ്ടിയിട്ട് രേഖ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ കമ്പനിക്ക് 17 കോടി വില ഉണ്ടെന്നാണല്ലോ. അപ്പോൾ ഈ 17 കോടി ഇവൻ കൈമാറ്റം നടത്തിയതിൻ്റെ രേഖ ഒന്ന് കാണിക്കാമോ, കണക്കൊന്ന് കാണിക്കാമോ? അതില്ല. അതാണ് ഇവരുടെ ഏറ്റവും വലിയ വിഷയം. അതായത് ഇതിൻ്റെ EDയുടെ അന്വേഷണം നല്ല രീതിയിൽ വന്നാൽ മാത്രമേ ഈ സാമ്പത്തിക ഇടപാടുകൾ ഇവർക്ക് അന്വേഷിക്കാൻ പറ്റുള്ളൂ. മൊത്തത്തിൽ ആവശ്യപ്പെടുന്നത് ED അന്വേഷിക്കണം, കേന്ദ്ര ഏജൻസികൾ അന്വേഷിക്കണം. ബഡ്സിൻ്റെ അകത്ത് നമുക്ക് പ്രൊവിഷനുണ്ട്, CBI അന്വേഷണത്തിന് ബഡ്സിനകത്ത് പ്രൊവിഷനുണ്ട്. കാരണം ഇത് ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിൽ ഇവൻ്റെ സാമ്പത്തിക ഇടപാട് നടത്തിയിരിക്കുന്നു, സ്ഥാപനങ്ങളും ഒന്നിൽ കൂടുതൽ സംസ്ഥാനങ്ങളിലുണ്ട്, വിദേശത്ത് ഫണ്ട് പോയിരിക്കുന്നു, NRI അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നിരിക്കുന്നു. ഇതിൻ്റെയൊക്കെ തെളിവുകളിരിക്കണം. കാരണം കോടിക്കണക്കിന് രൂപയുടെ NRI അക്കൗണ്ട് വഴി ട്രാൻസാക്ഷൻ നടന്നിരിക്കുകയാണ്. അതിൻ്റെയൊക്കെ രേഖകൾ ഞങ്ങൾ എടുത്ത് പോലീസിന് കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ ഇത് ചെറിയ ഇതുപോലെ ലോക്കൽ പോലീസൊന്നും അന്വേഷിച്ചാൽ കൊണ്ട് തീരുന്ന കാര്യമൊന്നുമല്ല. കേരള ഏജൻസികൾ അന്വേഷിക്കാത്തത് എന്തുകൊണ്ടാണ്? എനിക്ക് തോന്നുന്ന ഒരു 2 ദിവസമോ മറ്റോ നല്ല രീതിയിൽ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? രാഷ്ട്രീയ സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് അതിനകത്ത് പ്രതിപക്ഷവും ഭരണപക്ഷവും വ്യത്യാസമൊന്നുമില്ല. പക്ഷേ അതെല്ലാം മറികടന്ന് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. കാരണം അവർക്ക് ചെയ്യേണ്ടി വന്നു, തെളിവുകൾ അവർക്കെതിരായതുകൊണ്ട് ഇവർക്കിപ്പോൾ അന്വേഷണം മറ്റൊരു വഴിയിലോട്ട് കൊണ്ടുവരേണ്ടി വന്നു. അതുകൊണ്ടാണ് ഇപ്പോൾ കേസ് എടുത്തത് തന്നെ. കാരണം ഇതിൻ്റെ പിന്നിൽ ഞങ്ങൾ കൊടുത്ത അപേക്ഷയുടെ മുകളിൽ അന്വേഷണം നടന്നു. ക്രൈംബ്രാഞ്ചിൻ്റെ 2-3 വിഭാഗമായിട്ട് അന്വേഷണം നടത്തി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ബഡ്സിൽ കേസ് എടുത്തിട്ടുള്ളത്. അല്ലാതെ വെറുതെ ബഡ്സിൽ കേസ് എടുത്തതല്ല. ബഡ്സിൽ ഹോം സെക്രട്ടറി കേസ് എടുത്ത് അന്വേഷിച്ച് റിപ്പോർട്ട് കിട്ടിയതിന് ശേഷമാണ് എടുത്തിട്ടുള്ളത്. അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്, ഉടനകത്ത് അന്വേഷണം നടത്തിയതിൻ്റെ രേഖകളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നിങ്ങളൊക്കെ എപ്പോഴാണ് ഈ തട്ടിപ്പിന് ഇരയാകുന്നത്? എങ്ങനെയാണ് ഇതിലേക്ക് എത്തിച്ചേരുന്നതെന്ന് പറഞ്ഞാൽ ഇവർക്ക് വേണ്ടപ്പെട്ട ജീവനക്കാരെയും ഇവരുടെ ബന്ധുക്കളിൽ തന്നെയാണ് ഇവർ ക്യാൻവാസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അവരുടെ ഇടയിൽ ഇവർ എന്തോ VIP പരിവേഷം കൊടുക്കുകയാണ്. ആ സ്ഥാപനത്തിന് ഇല്ലാത്തൊരു വിശ്വസ്തത ഉണ്ടാക്കി കൊടുക്കുകയാണ്. കാരണം ഞങ്ങൾ 50 വർഷമായിട്ട് നടത്തിയിരുന്ന സ്ഥാപനമാണ്. വലിയ വലിയ ആൾക്കാരിനകത്ത് ഇൻവെസ്റ്റ്മെൻ്റ് ഉണ്ട്, വലിയ ആൾക്കാരുമായിട്ട് അവർക്ക് കമ്പനികളുണ്ട്. ഈ രീതിയിലുള്ള പ്രചരണം നടത്തിയാണ് ഈ ഇത്രയും ആൾക്കാരതിനകത്ത്. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ആ ആളിനെ കൊണ്ട് മറ്റൊരാളിനെ ക്യാൻവാസ് ചെയ്യുകയാണ്. ഇന്ന ആൾക്കാർക്ക് അതെ ചെയിൻ മോഡലിലാണ്. നിർമ്മലൻ കൃഷ്ണനെ താങ്കൾ കണ്ടിട്ടുണ്ടോ? നേരിട്ട് കണ്ടിട്ടുണ്ട്. ഇത് ഇവർ ഈ തട്ടിപ്പ് നടത്തി പോകുന്നു എന്ന് മനസ്സിലാക്കിയ സമയത്ത് ഞാൻ ഇയാളുമായിട്ട് നേരിട്ട് 1-2 തവണ ചർച്ച നടത്തുകയും ചെയ്തു. അപ്പോഴേ എനിക്ക് സംശയം ഉണ്ടായിരുന്നു ഇവർ മുങ്ങാനുള്ള പരിപാടിയാണെന്നുള്ളത്. പക്ഷേ ഇവർ ലീഗലായിട്ട് ഇവർക്ക് പിടിച്ചു നിൽക്കാനുള്ള എല്ലാ പഴുതുകൾ ഉണ്ടാക്കി വെച്ചിട്ടാണ് ഇവർ പൂട്ടിയത്. പക്ഷേ അവർക്ക് അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കാരണം അതിനകത്ത് ഒരു IP ഫയൽ ചെയ്തതായിട്ട് പറയുന്നുണ്ട്. ആ IP തന്നെ നിൽക്കില്ല എന്നുള്ളത് അവന് തന്നെ അറിയാം, ഈ ഫയൽ ചെയ്ത വക്കീലിനും അറിയാം. കാരണം എന്ന് പറയുന്നത് എല്ലാ സാമ്പത്തിക ബാധ്യതകളും ഏറ്റെടുത്തുകൊണ്ട് സമ്പാദ്യം മൊത്തം ബിനാമികളുടെ പേരിൽ എഴുതി വെച്ചിരിക്കുകയാണ്. ഇപ്പോൾ ബിനാമികളാണ് കോടതിയിൽ വന്ന് പറയുന്നത് ഞാൻ ബിനാമിയാണെന്ന്. ആ അവസ്ഥയിലുകൊണ്ട് എത്തിച്ചിരിക്കുകയാണ് ആ കേസ്. എൻ്റെ ഭാര്യ ഉൾപ്പെടെ ഈ കേസ്. അതെ, അയാളുടെ ഭാര്യയും ഈ കേസിലെ പ്രതിയാണ്. ഭാര്യ മാത്രമല്ല, സഹോദരിമാരുണ്ട്. അത് പറയുന്നത് എന്ത് പറയുന്നത്, അവൻ്റെ ജീവനക്കാരുടെ പേരിൽ പോലും സ്ഥാപനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അത് അതിൻ്റെ രേഖകൾ കിട്ടിയിട്ടുണ്ട്. ഇയാളുടെ കുടുംബം ഇപ്പോൾ എവിടെയാണ്? അങ്ങനെ എന്തെങ്കിലും അറിയാം? കുടുംബം ബാംഗ്ലൂരിലാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അത് വിശ്വസിക്കാവുന്ന തരത്തിലാണ് റിപ്പോർട്ടുകൾ വന്നിട്ടുള്ളത്. ഇയാളുടെ മകളുടെ വിവാഹം നടത്തിയിട്ടുണ്ട്. അതിൻ്റെ പൈസയും ഈ കമ്പനി പോയിട്ടുണ്ട്, ഹവാല ഇടപാട് വഴി പോയിട്ടുണ്ട്. അത് ഞങ്ങൾക്കറിയാം, അതിൻ്റെ രേഖകൾ ഞങ്ങളുടെ കിട്ടിയിട്ടുണ്ട്. കോടികളുടെ ഇടപാട് ഇപ്പോൾ അടുത്ത സമയത്ത് നടന്നു. കോടതി പറഞ്ഞിട്ടില്ലേ നിക്ഷേപകരുടെ തുക തിരിച്ചു നൽകണം? അതെ, ഞാൻ പറഞ്ഞില്ലേ, ബഡ്സ് അതോറിറ്റി കേസെടുത്ത് ഇതിപ്പോൾ റിപ്പോർട്ട് കോടതി കൊടുത്തു കഴിഞ്ഞാൽ ഇത് എല്ലാ കംപ്ലീറ്റും തിരിച്ചു പിടിക്കും. ഇവൻ കൈമാറ്റം നടത്തിയിട്ടുള്ള സകല പ്രോപ്പർട്ടികളും തിരിച്ചു പിടിക്കും. എൻ്റെ പേര് SM നായർ. ഞാൻ പാറശാലയാണ്. നിർമ്മലകൃഷ്ണ നിക്ഷേപ സംരക്ഷണ സമിതിയുടെ പ്രസിഡൻ്റാണ്. കൃഷ്ണകുമാർ. പിന്നെ ഇവിടെ എത്ര ലക്ഷം രൂപ നിക്ഷേപിച്ചിട്ടുണ്ട്? എപ്പോഴാണ്, എങ്ങനെയാണ്? ഈ 2015 ഞാൻ 11 ലക്ഷം രൂപ നിക്ഷേപിച്ചത്. എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെടുന്നത്? ഇവരുടെ ബിനാമിയായ ശേഖരനെന്ന് എന്നെ ക്യാൻവാസ് ചെയ്താണ് പൈസ ഞാൻ നിക്ഷേപിച്ചത്. എന്നിട്ട് അവിടെ പാസ്ബുക്ക് തരികയും പാസ്ബുക്കിൽ എൻട്രി ചെയ്ത് തരികയൊക്കെ ചെയ്തിരുന്നു. പക്ഷേ പിന്നെ എനിക്ക് അത്യാവശ്യമായിട്ട് ഒരു 50,000 രൂപ വേണമെന്ന് അവിടെ പോയപ്പോഴാണ് ആ വർഷത്തിലെ ഓണം കഴിഞ്ഞ് വരാൻ പറഞ്ഞു എന്നോട്. അപ്പോൾ ഞാൻ ഓണം കഴിഞ്ഞ് 50,000 എടുക്കാൻ പോകുമ്പോഴാണ് ഇത് മൊത്തം സീൽ ചെയ്തിരിക്കുന്നത്. പൈസ അത് അതിന് മുൻപ് ഈ തട്ടിപ്പാണ് എന്നൊന്നും മനസ്സിലായിട്ടില്ല. എല്ലാ പ്രാവശ്യം പോകുമ്പോഴും ഇതിൻ്റെ പലിശയെല്ലാം കൃത്യമായിട്ട് നമുക്ക് വരവ് വെച്ച് തരും. അതിലൊരു 58 രൂപ 59 രൂപ അങ്ങനെ ചില്ലറയാണെങ്കിൽ അത് ക്യാഷായിട്ട് തരും. ബാക്കിയുള്ളത് നമ്മൾ പാസ്ബുക്കിൽ വരവ് വെച്ച് തരുകയും ചെയ്യും. ബാക്കി ഈ ചില്ലറ പൈസയൊക്കെ നമുക്ക് ക്യാഷായിട്ട് തന്നു. അത്രയ്ക്കൊരു വിശ്വാസമായിപ്പോയി. ആ വിശ്വാസത്തിൻ്റെ പേരിൽ പിന്നെ നമുക്ക് ഒന്നും നിൽക്കേണ്ട, ഇത് കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് ആണ് ഈ പൈസ നിക്ഷേപിച്ചത്. ഇത് നമ്മുടെ പാറശാലയ്ക്ക് സമീപം നടന്ന ഒരു നിക്ഷേപ തട്ടിപ്പാണ്, നിർമ്മൽ കൃഷ്ണ നിക്ഷേപ തട്ടിപ്പ്. ഇത് 600 കോടിയോളം രൂപയുടെ ഒരു തട്ടിപ്പാണ്. ഈ തട്ടിപ്പുമായിട്ട് ബന്ധപ്പെട്ട് കേസ് അട്ടിമറിക്കാനുള്ള ശ്രമം വ്യാപകമായി നടന്നു. ഇതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് കോടതിയുടെയും സർക്കാരിൻ്റെയും ഇടപെടൽ മൂലം ബഡ്സ് ആക്ട് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. മാരായമുട്ടം കണ്ടോൺമെൻറ്റ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. വിദേശത്ത് കമ്പനികളുള്ളതുകൊണ്ട് ഇത് CBI അന്വേഷിക്കേണ്ടി വരും. അതിനു വേണ്ടിയിട്ട് നമ്മൾ കോടതിയെ ബന്ധപ്പെട്ടിട്ടുണ്ട്. പക്ഷേ കോടതി നമ്മൾ ഏത് കേസിനെ തന്നെ നമ്മൾ കോടതിയെ സമീപിച്ചിരുന്നാലും കോടതി ചെയ്യുന്നത് ആദ്യം ഗവൺമെൻറ്റിനോടും ബന്ധപ്പെട്ട ഡിപ്പാർട്ട്മെൻറ്റുകളോടും അവരുടെ അഭിപ്രായം ചോദിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് അനുകൂലമായ ഒരു അഭിപ്രായം കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ആ
കേസ് നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടാണ്. കാരണം ഇതൊന്നും ഞാൻ പറഞ്ഞത് ആദ്യം തന്നെ പറഞ്ഞത് കോടതി ഇടപെടലിലൂടെയാണ് ഈ കേസ് ഈ രീതിയിൽ കൊണ്ട് എത്തിച്ചത് തന്നെ. അപ്പോൾ ഇത് കോടതിയിൽ എത്തിക്കുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്യുന്ന എളുപ്പ കാര്യമൊന്നുമല്ലല്ലോ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഒരു കേസിന് നമ്മൾ കോടതിയിൽ പോകുമ്പോൾ നമ്മൾ എന്തെല്ലാം ബുദ്ധിമുട്ടുകൾ ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ളത്. അപ്പോൾ അതിന് ഇപ്പോൾ ഈ നഷ്ടപ്പെട്ട നിക്ഷേപകർ തന്നെയാണ് വീണ്ടും ഈ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കേണ്ടി വരുന്നത്. അതുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഇതിന് ഈ കേസിൽ അന്വേഷിക്കാനൊരു പ്രത്യേക താല്പര്യം എടുത്ത് അന്വേഷിച്ചാൽ മാത്രമേ ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഈ സാമ്പത്തിക തട്ടിപ്പുകൾ, കോടിക്കണക്കിന് രൂപ തട്ടിപ്പുകൾ വീണ്ടും നടന്നുകൊണ്ടേയിരിക്കും. ഇതിന് ശക്തമായ നടപടി എടുക്കണമെങ്കിൽ ഗവൺമെൻറ് ഇച്ഛാശക്തിയുള്ള ഒരു ഗവൺമെൻറ് വേണം. ഈ ബഡ്സ് ആക്ട് നിയമനിർമ്മാണം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഈ നിയമം നടപ്പിലാക്കുന്നതിൽ സംവിധാനം മെച്ചപ്പെടുത്തിയിട്ടില്ല. പരസ്യമായിട്ട് ഇടപെട്ട 1-2 പേരെ എനിക്കറിയാം ആരാണ് അതിനകത്ത് ഇടപെട്ടു എന്നുള്ളത്. അത് ചെറിയ ആൾക്കാരൊന്നുമല്ല. അതിൽ പ്രധാനപ്പെട്ട ഒരു MLA പോലും അതിനകത്തൊരു ശക്തമായ ഒരു വാദം ഉയർത്തി. അതോടുകൂടിയാണ് പോലീസർ കേസെടുക്കാതെ വിട്ടത്. അത് ഞാൻ വ്യക്തമായിട്ട് പേര് വരെ പറഞ്ഞു തരാം, പക്ഷേ ഇപ്പോഴും ഞാൻ പറയില്ല. അപ്പോൾ അന്ന് ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അതിനകത്ത് ഇൻവോൾവഡാണ്. അദ്ദേഹം തന്നെയാണ് ഈ കേസ് വഴിതിരിച്ചു വിട്ടത്. കാരണം അന്ന് ഈ പരാതിയായിട്ട്, ഇന്നിപ്പോൾ കേസെടുത്ത പരാതിയായിട്ട് അന്ന് പോയപ്പോൾ ഇവർ പറഞ്ഞത് കേസ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുമെന്നാണ്. എങ്ങനെയാണ് കേരളത്തിൽ നടന്ന കേസ് എങ്ങനെയാണ് തമിഴ്നാട്ടിൽ അന്വേഷിക്കുന്നത്? അതെനിക്ക് മനസ്സിലാവാത്ത സംഭവമാണ്. നിങ്ങൾക്കെല്ലാവർക്കും അറിയാം, മാരാമഠം എന്ന് പറയുന്ന സ്ഥലം തമിഴ്നാട്ടിലാണോ കേരളത്തിലാണോ? അവിടെ ഒരു സാമ്പത്തിക സ്ഥാപനം പ്രവർത്തിക്കുകയാണ്. ആ സ്ഥാപനം തട്ടിപ്പ് നടത്തി അതിൻ്റെ സ്വർണം പിടിച്ചെടുക്കുന്നത് 2023 ആ സ്വർണം വഞ്ചിയിൽ കോടതിയിലിരിക്കുകയാണ്. അപ്പോൾ ഇതെങ്ങനെയാണ്? അട്ടിമറിച്ചതല്ലേ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അട്ടിമറിയാണെന്ന്. അപ്പോൾ നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ബഡ്സ് ആക്ട് എന്ന് പറയുന്നത് കേന്ദ്രം നടപ്പിലാക്കിയത് വളരെ സതുദ്ദേശത്തോടു കൂടിയാണ്. കാരണം സാമ്പത്തിക തട്ടിപ്പുകളെ 100% തടയണം എന്നുള്ള ഉദ്ദേശത്തോടു കൂടിയാണ്. പക്ഷേ കേരളത്തിൽ അത് നടപ്പിലാക്കാനുള്ള സംവിധാനങ്ങളില്ല. അത് മാത്രമല്ല, കീഴ് ജീവനക്കാർ, അതായത് ഈ നടപ്പിലാക്കേണ്ട ഗ്രൗണ്ട് തലത്തിൽ നടപ്പിലാക്കേണ്ട ഉദ്യോഗസ്ഥർക്ക് ബഡ്സ് ആക്ട് എന്താണെന്ന് അറിയത്തില്ല. അത്തരത്തിൽ അവയർനെസ്, ആ നിയമത്തെക്കുറിച്ചുള്ള ഒരു വിവരണം പോലും അവർക്ക് അറിയത്തില്ല. എങ്ങനെയാണ് ആ നിയമം നടപ്പിലാക്കണം, ആ നിയമം എന്താണ് പറയുന്നത് എന്നുള്ള അറിയത്തില്ല. ഓരോരുത്തരും ഓരോ രീതിയിലാണ് പറയുന്നത്. കാരണം ഒരു ഉദാഹരണം പറഞ്ഞുതരാം. അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. ഹോം സെക്രട്ടറി ഇവിടുന്ന് ഓർഡറാക്കി കളക്ടർ കൊടുത്തു. കളക്ടറുടെ കാരണം അതിൻ്റെ അധികാരമുള്ളത് ജുഡീഷ്യൽ DM ആണ്. കളക്ടർ അവിടെ നിന്ന് ഉത്തരവ് കൊടുക്കുകയാണ്. ആ ഉത്തരവ് താഴെത്തട്ടിൽ വില്ലേജ് ഓഫീസിൽ എത്തുമ്പോഴത്തേക്കും അത് നോട്ടീസായിട്ട് മാറുകയാണ്. അവരുടെ പ്രോപ്പർട്ടി എത്ര ഉണ്ട്, ആരൊക്കെയാണ് അവിടെ ഉള്ളത്, എത്ര രൂപയുടെ സമ്പാദ്യം ഉണ്ടെന്ന് റിപ്പോർട്ട് കൊടുക്കാനാണ് ഒരു നടപ്പിലാക്കുന്നത്. ആ രീതി നോട്ടീസ് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നോട്ടീസ് കൊടുക്കുമ്പോൾ തന്നെ പ്രതികൾ അറിഞ്ഞു കഴിഞ്ഞു ഇത് അറ്റാച്ച്മെൻറ്റ് വരാൻ പോവുകയാണ്, നടപടിയാവും എന്നുള്ളത്. അപ്പോൾ അവരെന്ത് ചെയ്യും? ഒന്നുകിൽ എന്തെങ്കിലും രീതിയിൽ സ്റ്റേ വാങ്ങാൻ നോക്കും, ഇല്ലെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് സമ്പാദ്യം കടത്താൻ നോക്കും. അതിവിടെ നടന്നു കഴിഞ്ഞു. ഒരു സ്ഥാപനത്തിന് നോട്ടീസ് കൊടുത്തത് മൂലം ഒറ്റ രാത്രി കൊണ്ട് 2 ട്രക്ക് സാധനമാണ് അവിടെ നിന്ന് കടത്തിയത്. ഇത് ഞങ്ങൾക്ക് കിട്ടാനുള്ള പൈസയാണ്, നിക്ഷേപകർക്ക് കിട്ടാനുള്ള തുകയാണ്. ആ സാധനം അവിടെ നിന്ന് കടത്തി തമിഴ്നാട്ടിലാണോ ഇനി മറ്റെവിടെയെങ്കിലും ആണോ മതിയെന്നറിയില്ല, എന്തായാലും ആ സ്ഥാപനത്തിൽ നിന്ന് മാറ്റി കഴിഞ്ഞു. അപ്പോൾ അതിനുള്ള സൗകര്യം കൊടുത്തത് ഈ കീഴ് ജീവനക്കാരാണ്. അടിയന്തരമായിട്ട് അറ്റാച്ച് ചെയ്യാനുള്ളതിന് പകരം ഇവർ നോട്ടീസ് കൊടുത്തിട്ട് കാത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ കോടതി ചെന്ന് സ്റ്റേയും വാങ്ങി. സ്റ്റേ വാങ്ങിയപ്പോൾ അവർ പറഞ്ഞെന്താണെന്ന് അറിയാമോ? ബഡ്സ് ആക്ടിലെ 7(3) അനുസരിച്ച് സാമ്പത്തിക റവന്യൂ റിക്കവറിക്കാണ് നോട്ടീസ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഇത് സ്റ്റേ ചെയ്യണമെന്ന് പറഞ്ഞാണ് കോടതി പോയത്. ഇവിടെ കണ്ടോൺമെൻറ്റിൽ FIR ഇട്ടിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല, മാരാമഠത്തെ FIR ഇട്ടിരിക്കുന്ന കാര്യം പറഞ്ഞിട്ടില്ല. അതായത് ഈ കേസിൻ്റെ മെറിറ്റിനെ മറച്ചു വെച്ചുകൊണ്ട് അവർ കോടതി ചെന്നിട്ട് സ്റ്റേ വാങ്ങി. അവിടെ നമ്മുടെ PP സഹായിച്ചു എന്ന് വേണം നമ്മൾ കണക്കാക്കാൻ. കാരണം ഈ ഒരു സ്റ്റേറ്റിനകത്ത് കേസ് രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ആ PP അറിയണം. ഇത്രയും ചെറിയൊരു കേസൊന്നുമല്ല, ഇതൊരു ബ്രഹ്മാദമായ കേസാണ്. അപ്പോൾ ഈ കേസിൽ അറ്റൻഡ് ചെയ്യുമ്പോൾ ആ PP മറുപടി കൊടുക്കുമ്പോൾ അറിഞ്ഞിട്ടില്ല എന്നുള്ള നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. കാരണം ഇത്രയും വലിയൊരു കേസ് വളരെ ലാഘവത്തോടു കൂടിയാണ് എടുത്തിരിക്കുന്നത്. അവർക്ക് നിയമത്തെ എങ്ങനെ പൊട്ടിച്ച് കൈകാര്യം ചെയ്യണമെന്ന് നല്ല രീതിയിലാണ്. ഞാൻ പറഞ്ഞില്ല, ഉദാഹരണം ഈ ബഡ്സ് ആക്ട് തന്നെയാണ്. ഇവിടെ കേസ് FIR രജിസ്റ്റർ ചെയ്തിരിക്കുകയാണ്. അവരവിടെ പറയുകയാണ് ഞങ്ങൾ റവന്യൂ റിക്കവറി ഫേസ് ചെയ്യാണ്, അതിൻ്റെ നോട്ടീസിന് സ്റ്റേ കിട്ടണമെന്ന്. അപ്പോൾ സ്വാഭാവികമായിട്ടും കോടതി എന്ത് ചെയ്യും? റവന്യൂ റിക്കവറി അല്പം സമയം കൊടുക്കാം, ഇവർ ആ പേയ്മെൻറ്റ് ചെയ്യും. അതിലേക്കല്ല സ്റ്റേ നീട്ടി സ്റ്റേ കൊടുക്കുന്നത്. പക്ഷേ ഇത് ബഡ്സ് ആക്ടിലെ കേസാണെന്നുള്ളത് കോടതിയിൽ അവർ പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇതൊരു തന്ത്രമാണ്.